എല്ലാവർക്കും നമസ്കാരം. IFEHന്റെ 1444 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ GK അരവിന്ദ് അക്ഷൻ MD ഹോമിയോപ്പതി, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രാക്ടീസ് മെഡിസിനിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഡോക്ടർക്ക് 15 വർഷത്തിലധികം ചികിത്സാ പരിചയമുണ്ട്. ഇന്ന് എൻ്റെ ചികിത്സയിലെ വിവിധ വശങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിന് ഡോക്ടർ GK അരവിന്ദ് അക്ഷൻ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് തുടങ്ങാം. ഡോക്ടർ എത്തിയിട്ടില്ലേ? ഇപ്പൊ വിസിബിൾ ആണ്. ഇപ്പൊ ഓഡിബിൾ ആണല്ലോ? ഞാൻ ഓഡിബിൾ ആണല്ലോ മാഡം? അതെ അതെ. ഓക്കെ. അപ്പോ ഗുഡ് ഈവനിങ് അല്ല, മലയാളം സെക്ഷനിൽ പറയുമ്പോൾ നമസ്കാരം. കുറെ ദിവസമായി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കുറെ ഉണ്ടായിരുന്നു. കുറച്ച് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോരോ അത്യാവശ്യം കാരണം ക്ലാസ് ഓരോ കാര്യത്തിലും എന്തൊക്കെയോ കാര്യം കൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്നൊരു ടോപ്പിക് സാറ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. വലുതായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എൻ്റെ പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് എല്ലാം കൂടെ അങ്ങ് സ്ട്രക്ക് ആയിപ്പോയി. അവസാനം പഴയ ലാപ്ടോപ്പ് ഞാൻ എടുത്തു വെച്ച് ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ കയ്യിൽ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആയിട്ടില്ല. നമുക്ക് നേരിട്ട് നല്ലോണം ഒന്ന് സംസാരിക്കാം. എൻ്റെ ക്ലിനിക്കൽ വിവിധ വിഷയങ്ങൾ, അതായത് എൻ്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സ്, എക്സ്പീരിയൻസസ് എന്ന് ഞാൻ സംസാരിക്കാൻ നിൽക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെക്കാൾ മൂത്തത്, എൻ്റെ പ്രായത്തിനൊപ്പം എനിക്ക് താഴെയുള്ളവർ, പയോനിയേഴ്സും എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഓരോ ഹോമിയോപ്പത്തിനും ഓരോരോ കഥകളുണ്ടാകും. അവര് എങ്ങനെ പഠിച്ചു വന്നു, എന്താണ് ചെയ്തു വന്നത്, എവിടെ കംപ്ലീറ്റ് പാസ് ഔട്ട് ആയതാണോ, അതല്ല 1 ഇയർ ആയതാണോ, എല്ലാം നമുക്ക് എനിക്കും ഉണ്ടായിരുന്നു. നല്ല മാർക്കോടെ പാസ്സായാൽ പോലും വല്യച്ഛന്റെ നിർബന്ധമായിരുന്നു ഹോമിയോപ്പതിയിലോട്ട് വരണം എന്നുള്ളത്. അച്ഛനും അമ്മയ്ക്കും തീരെ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 10ാം ക്ലാസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ഹെമറോയിഡ്സിന്റെ അസുഖം വന്നപ്പോൾ ഒരു പഞ്ചാരഗുളി പോലത്തെ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് മാത്രം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പക്ഷെ ഇപ്പൊ അതും കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോഴും ജസ്റ്റ് തൊട്ട് മുന്നേ വൈഫ് വഴക്ക് പറഞ്ഞാണ് വിട്ടത്. അപ്പം രാത്രി 9:30 ആയിട്ടും ഹോമിയോപ്പതി വിടുന്ന ശീലം ഇല്ലേ എന്നാണ് വിട്ടത്. ഞാൻ പറഞ്ഞില്ല, ക്ലാസ് 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ് 9:30 വരെ നീട്ടിച്ചോ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉറക്കമില്ലേ എന്നൊക്കെയാണ് ചോദ്യം. പക്ഷെ സിസ്റ്റത്തിനോട് അത്രയും ഇടപെട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒരുപാടുണ്ടായി. പതിവ് പോലെ തന്നെ 5.5 വർഷവും എല്ലാം പഠിച്ച് പാസ്സായി. പെട്ടെന്ന് തന്നെ PG അഡ്മിഷൻ കിട്ടി. PGയും പ്രാക്ടീസ് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിട്ട് പുറത്തിറങ്ങുന്ന ഒരു ഒരു നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ്. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ശരി, ക്ലിനിക്ക് തന്നെ തുടങ്ങാം. ക്ലിനിക്ക് തുടങ്ങി. കുറെ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിന്റെ കുറെ മെഡിക്കേഷൻസിനെയൊക്കെ പഠിച്ചു. ഓരോ തരത്തിലും ഓരോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും ഓരോ അറിവ് നേടാൻ പറ്റി. ചില സ്ഥലങ്ങളിൽ നമുക്ക് അറിവ് ഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്സ് ഓരോന്നായിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് എനിക്ക് അതൊരു അഭിമാനത്തോടെ ഞാൻ പറയും, വളരെ ചുരുക്കം പീരീഡിൽ തന്നെ ഞാൻ ഇതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ദോഷവും നല്ലത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇനി വരുന്ന തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു പറഞ്ഞുതരാം. ലാറിഞ്ചൈറ്റിസ് അതൊരു
അതൊരു അസുഖം നമുക്കറിയാം. ലാറിഞ്ചൈറ്റിസ് എന്താണ് ലാറിഞ്ചൈറ്റിസ് എന്ന് പറയും? ഇൻഫ്ലമേഷൻ ഓഫ് ലാറിങ്സ് എന്ന് നമുക്കറിയാം. ശരിക്കും ഇതിൻ്റെ അകത്ത് 2 തരത്തിലുണ്ടാകാം. അത് അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്ന് വരും. ഞാനൊരു PG ആയതുകൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ ഒരു BHMS ഡോക്ടർ ആയിരുന്നാലും നമുക്കത് പറയാൻ പറ്റും. പക്ഷെ ശരിക്കും ബെഡ് സൈഡിൽ നമുക്കത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ OP സൈഡിൽ നമുക്കത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളത് അതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യ ഘടകമാണ്. പേഷ്യന്റ് എന്തായാലും നിങ്ങളോട് കംപ്ലൈൻസ് വന്ന് പറയുന്നത്. ഇതിന് മുന്നേ പല പയോനീഴ്സ് ക്ലാസ് എടുത്തിട്ടുള്ളതും എൻ്റെ ഏറ്റവും വലിയ ടൂൾസ് എന്ന് പറയുന്നത്, എൻ്റെ ടൂൾസ് അപ്പോൾ ഒരു മെയ്സൺ ആയിരുന്നാലും ഒരു കാർപ്പൻറ്റർ ആയിരുന്നാലും അവന്റെ ടൂൾസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ടൂൾസ് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ BP സ്റ്റെതസ്കോപ്പ് മാത്രമായിരുന്നു. പൂജവെപ്പിന് അത് ഫ്രണ്ടിൽ കാണും, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം ഞാൻ വീണ്ടും പോകും നോക്കുമ്പം കേസ് റെക്കോർഡ് അതിന്റെ കൂടെ വന്നു. 3ാമത്തെ വർഷം എൻ്റെ പഠിത്തം വന്നു. 4ാമത്തെ വർഷം മുതൽ മാത്രമേ ഉള്ളൂ എൻ്റെ ബുദ്ധിയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ടൂൾസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബുദ്ധി ഇല്ലായ്മ കൊണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ പല പ്രശ്നങ്ങളും പല പേഷ്യൻസും എൻ്റെ കൈവിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ഒരു റാപ്പിഡ് പ്രസന്റേഷൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ തരുന്ന ഒരു അഡ്വൈസ് എന്ന് വിചാരിക്കേണ്ട, അതൊരു കേസ് മോഡ്യൂൾ ആയിട്ട് വിചാരിച്ചാൽ മതി. ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വരുന്ന പറയുന്ന ആദ്യത്തെ സിംറ്റം, അത് ന്യൂ കേസ് ആയിരുന്നാലും ശരി, ക്രോണിക് പേഷ്യന്റ് ആയിരിക്കുന്ന അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ട് വരുന്ന സിംറ്റം ആയിരുന്നാലും ശരി, ആദ്യം പറയുന്ന സിംറ്റംസ് നിങ്ങൾ അത് വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യരുത്. അവർ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മളെ വിശ്വസിച്ച് ഡോക്ടർ റെഡിയാണല്ലോ, ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങാമല്ലോ, ആക്ഷൻ കട്ട് എന്ന് പറയുന്ന പോലെ ഈ സിനിമ രംഗമല്ല ഇത്. അവർ വന്നിരുന്നതും ആദ്യമേ പേഷ്യന്റ് പറഞ്ഞു തുടങ്ങും. ആ സമയത്ത് ഒരു മിനിറ്റ് ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ വരാം, ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ കേസ് റെക്കോർഡ് എടുക്കട്ടെ, ഇതിനൊന്നും ഇവിടെ സമയമില്ല. പേഷ്യന്റ് എവിടെ ഇരുന്നാലും എവിടെ നിന്നാലും നമ്മുടെ ശ്രദ്ധ തീർച്ചയായിട്ടും പേഷ്യൻസിനുണ്ടാകണം. കാരണം നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരാളാണ്, X or Y ആരായിരുന്നാലും ശരി, ആ പേഷ്യന്റ് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ പേഷ്യന്റ് തരുന്ന ഒരു സിംറ്റം, ഫസ്റ്റ് സിംറ്റം, അത് കോമൺ ആണോ അൺകോമൺ ആണോ, പെക്യൂലിയർ ആണോ അൺപെക്യൂലിയർ ആണോ, നെഗറ്റീവ് സിംറ്റം ആണോ പോസിറ്റീവ് സിംറ്റം ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ ആദ്യം നമുക്ക് ഡിസീസിനോട് ഒരു നോളജ് വേണം, പേഷ്യൻസിനെ കുറിച്ച് ഒരു നോളജ് വേണം, പേഷ്യന്റെ ഏജിനെ കുറിച്ച് ഒരു ഐഡിയ വേണം, പേഷ്യന്റെ സോഷ്യൽ എക്കണോമിക് സ്റ്റേറ്റസ് കുറിച്ച് ഒരു ഐഡിയ വേണം, പേഷ്യന്റെ ഓക്കുപേഷനെ കുറിച്ച് ഒരു ഐഡിയ വേണം. അത് പേഷ്യന്റ് പറയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഇടയിൽ കയറി സുല്ലിട്ട് പറഞ്ഞ് കളിക്കേണ്ട ഇവിടെ കളിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും നമുക്ക് ലാരിങ്സിലോട്ട് പോകാം. ലാരിഞ്ചൈറ്റിസിന്റെ ഫസ്റ്റ് കംപ്ലൈൻസ് എന്ന് പറയുന്നത് റഫ് ഫീലിംഗ് ഇൻ ദ ലാരിങ്സ് എന്നാണ്. റഫ് ഫീലിംഗ് ഇൻ ദ ലാരിങ്സ്, ശരിക്കും അതിന് റോനെസ് എന്ന് പറയും. റോനെസ്. കീനോട്ട് എന്നൊരു പുസ്തകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പറഞ്ഞ് അത് കീനോട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശരിക്കും ഇന്നേ വരെ നമ്മളുടെ ഇടയിൽ എത്ര ഡോക്ടേഴ്സിനെ അതിന്റെ ഒറിജിനൽ ഫുൾ ഫോം അറിയുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും കീനോട്ട്, അതായത് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് തന്നെ അലൻസ് കീനോട്ട്സ് റീഅറേഞ്ച്ഡ് ആൻഡ് ക്ലാസിഫൈഡ് with leading remedies of the materia medica and bowel mosorts including repertoire index. ഇത് റീസെന്റ് എഡിഷൻസിൽ ഉണ്ടായിട്ടുള്ള സാധനമാണ്. പക്ഷെ നമുക്കതൊരു പുസ്തകം അലൻസ് കീനോട്ട്, നീ അലൻസ് കീനോട്ട് വായിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹെറിങ്സ് ഗൈഡിങ് സിംറ്റംസിന്റെ ഒരു പാർട്ട് ഓഫ് എഡിഷൻസ് വള്ളി തെറ്റാതെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അലൻസ് അതിനെ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, അവിടെ ലീഡിങ് റെമഡീസ് എന്ന് മാത്രമേ ഉള്ളൂ. ലീഡിങ് ഡ്രഗ്സ് ഇല്ല, ലീഡിങ് മെഡിസിൻസ് ഇല്ല, ലീഡിങ് റെമഡീസ്. ആകെ എണ്ണിക്കൂട്ടി 150 റെമഡീസ് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് റോനസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് A to Z വരെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഡ്രഗ്സിലും ഉണ്ടാകും. പക്ഷെ റോനസ് എന്നുള്ള ഒരു പോയിന്റ് പഠിച്ച് ഇംപ്രൂവ് ആകുമ്പം കോസ്റ്റിക്കം മനസ്സിൽ ഫ്രണ്ടി വരും. പഠിക്കുന്നതിന് മുന്നേ A for ആപ്പിൾ എന്ന് പറഞ്ഞതുപോലെ അർജന്റ് മെറ്റാലിക്കത്തിനോ അർജന്റ് നൈട്രിക്കത്തിനോ വരാം, അല്ലെങ്കിൽ ഓറമെറ്റിനോ വരാം. ഇതിൽ ഉണ്ടാകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോസ്റ്റിക്കം മാറി പിന്നെ അത് കഴിഞ്ഞ് ഫോസ്ഫറസിലോട്ട് പോകും, ഫോസ്ഫറസ് മാറി സ്പോഞ്ചിയിലോട്ട് പോകും. ഇത് ഓരോരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും ലെവൽ ഓഫ് ആപ്ലിക്കേഷനും കിട്ടുന്ന നോളജ് അനുസരിച്ച് നമുക്ക് മാറും. പക്ഷെ ലാറിഞ്ചൈറ്റിസിന്റെ ശരിക്കുമുള്ള ഒരു ഫസ്റ്റ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
റോ ഫീലിംഗ് ഇൻ ദ ലാരിങ്സ്. അതിനെ തുടർന്ന് അതിനെ സംബന്ധിച്ചു അതിന്റെ കൂടെ തന്നെ ചെറിയ ചിൽ, സ്ലൈറ്റ് ചിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽ എന്താണ്, ചില്ലിനെസ് എന്താണ്. അപ്പൊ ചിൽസ് വേറൊരു ടെർമിനോളജി റൈഗേഴ്സ് എന്ന് പറയും. ഇത് കുറച്ച് സമയമോ കൂടുതൽ സമയമോ അതിന്റെ കൂടെ നിൽക്കും. എപ്പോന്ന് പറഞ്ഞാൽ പനി വരുന്നത് വരെ കൂടെ നിൽക്കും. ഇതാണ് ലാരഞ്ചൈറ്റിസിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഒന്ന് പറയാണ്, സാർ എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പ് പോലെയാണ്, എന്തോ 2 ദിവസം കൊണ്ടുണ്ട്, ഞാൻ 2 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്, ഇപ്പൊ ചെറിയൊരു പനിയും കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം എഴുതും പനി. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പനി. ഞാൻ ഇത് കൂടുതലും പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കോളേജിൽ ഒരു അധ്യാപകനും കൂടെ ആകുമ്പോൾ അവിടെ ഞാൻ ഇതുപോലത്തെ മിസ്റ്റേക്സ് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പിള്ളേരെ കുറ്റം പറയുന്നതല്ല, നമ്മൾ അവർക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചാൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്റെ ശബ്ദവും കൂടെ പോയിട്ടുണ്ട്, ചെറിയൊരു കുളിരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. റഫ് ഫീലിംഗ് ഇൻ ദ ലാരിങ്സ്, അതിന് തുടർന്ന് ഒരു ചില്ലിനെസ്. പനി വരുന്നത് വരെ ചില്ലിനെസ് കാണും, പനി വന്നു കഴിഞ്ഞാൽ ചില്ലിനെസ് പോകും. ഇത് കോമൺ ആണ്. പക്ഷെ പേഷ്യന്റ് പറയുമ്പോൾ അപ്പൊ കുളിരില്ലല്ലേ, കുളിരില്ല. അപ്പൊ കുളിരില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മിക്കവാറും ഇപ്പറ്റോറിയം, ജെൽസീമിയ, നക്സോമിക്ക, നമ്മുടെ മൈൻഡ് അവിടെ ആ ലെവലിലേറ്റേ പോകത്തുള്ളൂ. യാതൊരു കാരണവശാലും ഒരു പേഷ്യൻസിനെയും ഇന്ന പേഷ്യന്റ് ആണ് ഇന്ന മെഡിസിൻ ആണ് നമ്മൾ എഴുതി കുറിക്കാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും. ഇപ്പൊ ഇവിടെ ഒരു നേതാവുണ്ട്, നേതാവ് ജനിച്ചു വരുന്നതല്ലല്ലോ, നേതാവ് നമ്മളെ കാരണം വോട്ടെടുത്ത് എടുക്കപ്പെടുന്ന ആളല്ലേ. അതുപോലെ തന്നെ മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച്, നമ്മുടെ റെപ്പർട്ടറീസ് അനുസരിച്ചോ നമ്മളിരിക്കുന്ന ടൂൾസ് അനുസരിച്ച് നമ്മൾ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ കിട്ടുന്ന സിംറ്റംസിന് ആദ്യമേ എടുത്ത് വെച്ച് നോക്കുമ്പോൾ പത്തോളജി നോക്കിയാലും ശരി, കോസേറ്റീവ് ഫാക്ടേഴ്സ് നോക്കിയാലും ശരി, ഇവിടെ ലാരഞ്ചൈറ്റിസിന് ഉണ്ടാവുന്ന മെഡിസിൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എപ്പിസ് വരും, രണ്ടാമത് കാലിബൈക്ക് വരും, മൂന്നാമത് ലാക്കസിസ് വരും. എന്തുകൊണ്ട്? ഇവിടെ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് അസോസിയേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട്. ലാക്കസിന്റെ സിംറ്റം നിങ്ങൾക്ക് അറിയാം. നമ്മൾ വിചാരിക്കും ലെഫ്റ്റ് സൈഡ് ലാക്കസിസ് ഭയങ്കര ആങ്കർ അത് എന്നൊക്കെ പറയും. പക്ഷെ ഈ ലാരഞ്ചൈറ്റിസിനെ സംബന്ധിച്ചോളം നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ചാൽ പറയും, ലാക്കസിസ് ത്രോട്ട് തൊടുമ്പം ഭയങ്കര സെൻസിറ്റീവ്നെസ് ആണെന്ന് പറയും. വാസ്തവമാണ്, വാസ്തവം തന്നെയാണ്. ആ ത്രോട്ട് തൊടുന്ന സെൻസിറ്റീവ്നെസ് എല്ലാ പേഷ്യന്റിനും സെൻസിറ്റീവ്നെസ് തന്നെ വരണമെന്നില്ല. ആ കാണുന്ന സെൻസിറ്റീവ്നെസ് ചിലപ്പോ സഫോക്കേഷൻ ഉണ്ടാക്കിന്ന് വരും. ഏതാ? ഈ സ്ലൈറ്റ് ടച്ച് സഫോക്കേഷൻ ഉണ്ടാക്കിന്ന് വരും. അപ്പൊ ഇതിന്റെ കൂടെ ഹോഴ്സ്നെസ്, റോനെസ്, ഡ്രൈനെസ് ഓഫ് ലാരിങ്സ്. അപ്പൊ ഇതിലെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്കസിസ് ആദ്യം ഹോഴ്സ്നെസ്, രണ്ടാമത് റോനെസ്, മൂന്നാമതാണ് ഡ്രൈനെസ്. അപ്പൊ പേഷ്യന്റ് ഒരു അഡ്വാൻസ്ഡ് കേസ് ഓഫ് ലാരഞ്ചൈറ്റിസിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിവേഴ്സ് ഓർഡർ ഓഫ് സിംറ്റം കിട്ടുന്നത്. അതല്ലാതെ വരെ ഡ്രൈനെസ്, റോനെസ്, ഹോഴ്സ്നെസ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ തലതിരിഞ്ഞ് എപ്പിസ് വരാം. എപ്പിസിന് ഡ്രൈനെസ്, ബേണിംഗ്, ഹോഴ്സ്നെസ്, കൂടെ എഡിമയും വരും. അപ്പൊ നമുക്ക് മെഡിക്കേഷൻസ് മാറും. ഇവിടെ സ്പെസിഫിക് മെഡിസിൻസിനെ നമുക്ക് കുറ്റം പറഞ്ഞ് അതിനെ മാറ്റി വെക്കാൻ ഞാൻ ഒരു തരത്തിലും നിൽക്കുന്നില്ല. കാരണം പിക്ചറൈസേഷൻ ഇല്ലാത്ത കേസസിനകത്ത് നമുക്ക് സ്പെസിഫിക് മെഡിസിൻസ് പറ്റത്തേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ലാരഞ്ചൈറ്റിസിന്റെ സിവിയർ കേസസിനകത്ത് തന്നെ പേഷ്യന്റ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, നേരെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നല്ല വീക്ക്നെസ് ആയിട്ട് കൂടി കുഴഞ്ഞു നിൽക്കുന്ന ഒരു പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ പഴയ പയോനിയർ ജഹാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് നോ ടൈം ടു ലൂസ് ഇൻ ഡിസ്കസിങ് ദ വൺ റെമഡി തിയറി. ഇതുപോലത്തെ എമർജൻസി കണ്ടീഷൻസിലോ വളരെ അത്യാവശ്യമുള്ള കണ്ടീഷനില് ഒരേ മരുന്ന്, ഒരേ ഇന്ത്യ, ഒരേ ഗൂഗിൾ പേ എന്നുള്ള പേരൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ നമുക്ക് 2 മെഡിസിൻസ് ചിലപ്പോൾ ആൾട്ടറേഷൻസ് വേണ്ടി വരും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അതിന്റെ പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ലൂസ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു സേവ് ദ പേഷ്യന്റ്. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഓത്ത് എടുക്കാറുണ്ട്. ഞാൻ എന്റെ കടമ നിൽക്കാറില്ല, അത് ചെയ്യാറില്ല. മെഡിക്കൽ ഓത്തേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഹോമിയോപ്പത്തിക് ഓത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ സിംഗിൾ ഡോസേ കൊടുക്കുള്ളൂ, അത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. പക്ഷെ അവർക്ക് കൊണ്ട് സിംറ്റംസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ജീവൻ വെച്ച് ഇവിടെ കളിക്കാൻ നിൽക്കരുത്. ഞാൻ സ്പെസിഫിക് മെഡിസിൻ കൊടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, സിംഗിൾ മെഡിസിൻ കൊടുത്ത് വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാക്കേണ്ടത്. പക്ഷേ
ഇപ്പൊ കുറെ കാലഘട്ടങ്ങൾ കൊണ്ട് കുറച്ച് റീസെന്റ് ആയിട്ട് ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് പാനൽ കംപ്ലീറ്റ്ലി ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസീസ് വരുമ്പം, ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ കേസ് റെക്കോർഡ്സ് എഴുതാനോ ഞാൻ ഇതിനൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. ഞാൻ നല്ലോണം ഇരുന്ന് ശ്രദ്ധിച്ച് ആ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഫുള്ളും കേട്ട് അത് കഴിഞ്ഞ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് പിന്നീട് ഞാൻ പോകത്തുള്ളൂ. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രോങ്കൈറ്റിസ് കേസ്. നമ്മൾ എല്ലാവരും ബ്രോങ്കൈറ്റിസ് കേസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബ്രോങ്കൈറ്റിസ്, ആസ്മ കേസസ് ഇതെല്ലാം ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ബ്രോങ്കൈറ്റിസ് കേസ് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ അകത്ത് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ട്. 2 തരത്തിലും ഉണ്ടാക്കും. ഇതില് ചൈൽഡ്ഹുഡ് ഏജിനുണ്ട്, ഈ ചിൽഡ്രൻസിനും ഉണ്ടാകും. ചിൽഡ്രൻസിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് അതൊരു പോഴ്സണിങ് കണ്ടീഷൻസിൽ എന്തായാലും പോവാം. ഇവിടെ ഡയഗ്നോസിസ് ഓഫ് ബ്രോങ്കൈറ്റിസ് വളരെ ഈസി ആണെന്ന് ഓൾഡ് സ്കൂൾ ഓഫ് ബുക്ക് ഓഫ് മെഡിസിൻസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാന്നുള്ള ബ്രോങ്കൈറ്റിസ് ഡയഗ്നോസ്, ഇൻഫ്ലമേഷൻ, ശരി, CBC നോക്കാം, ചെസ്റ്റ് എക്സ്റേ നോക്കാം. അതിനുള്ള സമയം പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ക്ലിനിക്കിനകത്ത് അതുപോലത്തെ ഒരു അത്യാവശ്യപ്പെട്ട സാധനം ഇല്ല, നാളെ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം, നിങ്ങൾ റിപ്പോർട്ട് വന്നിട്ടേ ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നില്ലല്ലോ. നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ ഡയഗ്നോസിസ് ചെയ്യണ്ടേ? അപ്പോൾ ഡയഗ്നോസിസ് ഓഫ് ബ്രോങ്കൈറ്റിസ് വളരെ ഈസിയാണ് ഇവിടെ. നമുക്ക് ഇന്ന് വരെ സ്റ്റെത്ത് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേഷ്യൻസ്, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. സ്റ്റെത്ത് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാൽ അറിയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അതിനേക്കാളും മിടുക്കരായ വേറെ കുറെ ഡോക്ടേഴ്സിനെ എനിക്കറിയാം. അവരവരുടെ ചെവി കൊണ്ട് ഇവിടെ വെച്ച് നോക്കാറുണ്ട്. എവിടെ, ഏത് ഏരിയയിൽ ബ്രോങ്കോ വാസ്കുലർ ഡിവിഷൻസ്, ആ ഏരിയയിൽ കൊണ്ടുവച്ച് നോക്കുന്നവർ. പൾസ് നോക്കി ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് എത്ര പേർക്ക് പൾസ് നീറ്റായിട്ട് നോക്കാൻ അറിയാൻ പറ്റും? ഫ്രീക്വന്റ് പൾസ്, സോഫ്റ്റ് പൾസ്, ഫുൾ പൾസ്, ഇത് മൂന്നും, ഫ്രീക്വന്റ്, ഫുൾ, സോഫ്റ്റ്, ഇത് മൂന്നും കൈ കിട്ടുന്നത് എല്ലാ ഇൻഫ്ലമേറ്ററി ഡിസീസ് കണ്ടീഷൻസിലും ഉണ്ടാകും. അപ്പോ ഒരു അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് വരുന്ന പേഷ്യൻസ് നമുക്ക് നോക്കാം, ഫ്രീക്വന്റ് ആണ്, ഫുൾ ആണ്, സോഫ്റ്റ് ആണ്. അപ്പൊ ഇൻഫ്ലമേഷൻസ് കാര്യമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ മെഡിസിൻസിന്റെ ആവശ്യമുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ബ്രോങ്കൈറ്റിസ് വരുന്ന ഡയഗ്നോസ് ചെയ്യുന്ന കേസസിനെ നിങ്ങൾ ഈ പെർക്കഷൻ ചെയ്യാൻ പഠിക്കുക. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ വിലയില്ല. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇവിടെ ഡൾനെസ് ഉണ്ടാകും. ഡൾനെസ് ഓൺ പെർക്കഷൻ എല്ലാ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് കേസിനകത്തും ഉണ്ടാകാം. എക്സ്റേ വരുന്ന സമയം കൊണ്ടോ ബ്ലഡ് റിപ്പോർട്ട് വരുന്ന സമയം കൊണ്ടോ നിങ്ങൾക്ക് ബെഡ് സൈഡിൽ ഡയഗ്നോസ് ചെയ്യാം. എന്തിനാണ് ഈ ബെഡ് സൈഡ് ഡയഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ prognosis is very important in this case. The prognosis of bronchitis is generally always, അത് എപ്പോഴും അഡൽട്സിന് ഫേവറബിൾ ആയിട്ടിരിക്കും, ചൈൽഡ്ഹുഡിന് അത് ഫേവറബിൾ ആകത്തില്ല. എൻ്റെ ഒരു പേഷ്യന്റ്, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കഴിഞ്ഞ ഡിസ്കഷനിൽ തന്നെ പേര് പറയാൻ പാടില്ല എന്ന് ദിനേഷ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് പറയുന്നില്ല. എനിക്ക് ആ പേഷ്യന്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കൺസൾട്ടേഷൻ റൂം കഴിഞ്ഞ് മെഡിസിൻ കൗണ്ടറിൽ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി, ഈ അച്ഛനും ഈ അമ്മയായിട്ട് വരുന്നുണ്ട്. എനിക്ക് ചെരുപ്പിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ കുട്ടിയുടെ ചുമയുടെ ശബ്ദം എനിക്ക് നല്ലോണം കേൾക്കാം. ഞാനത് പ്രസന്റ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 2 സെക്കൻഡ് ഗ്യാപ്പ് കഴിഞ്ഞതും വീണ്ടും 3 തവണ ആ കുട്ടി ചുമക്കുന്നുണ്ട്. എന്ന് ഒരു 3 തവണ ചുമക്കുമ്പോൾ ഏതായാലും ഒരു കുട്ടിയാണ്, ചുമയുള്ള കുട്ടിയാണ്. പക്ഷെ ഞാൻ കുട്ടീനെ കാണുന്നില്ല, കർട്ടന്റെ ഇപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അത് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഇത്രയും തവണ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ അത് വളരെ എമർജൻസി ആയിട്ട് നോക്കിയേ പറ്റുള്ളൂ. എന്റെ കൺസൾട്ടേഷൻ റൂം AC ആണ്. ഞാൻ ആ പേഷ്യന്റിനെ പറഞ്ഞു വിട്ടിട്ട് നെക്സ്റ്റ് പേഷ്യന്റ് ഈ കുട്ടിയാണ്. ഈ കുട്ടി അമ്മയും അച്ഛനുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ CC ക്യാമറ വഴി കണ്ടു. ഞാൻ പറഞ്ഞു അകത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. AC ഞാൻ ഓഫ് ചെയ്തിട്ടു. കുട്ടിക്ക് ബുദ്ധിമുട്ടാവണ്ട, കാരണം ഞാൻ മാസ്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും കൂടെ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ട് ചെറിയ സ്പീഡിൽ ഫാൻ ഇട്ട് കൊടുത്തു. കുട്ടി അകത്ത് കയറിയ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ കേസ് റെക്കോർഡ് ഞാൻ എടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ചുമയുടെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത്, തണുപ്പ് കൊണ്ട് ഈ കുട്ടിക്ക് ചെറിയ ഒരു അമലറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പോഴേ അതൊരു പിൻ ചെയ്ത് വെക്കാം. മനസ്സിലായോ? അതൊരു പിൻ ചെയ്ത് വെക്കാം, ഒരു കോൾഡ് അമലറേഷൻ പിൻ ചെയ്ത് വെക്കാം.
പക്ഷെ പിൻ ചെയ്ത് വെക്കുന്നത് നമ്മൾ വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ കണ്ടുപിടിച്ചത് വലിയ കാര്യമില്ല. കൗണ്ടർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഇവിടെ പേഷ്യന്റിനോട് ചോദിച്ചേ പറ്റുള്ളൂ. ഞാൻ ആ പേഷ്യന്റ് അമ്മയോട് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ കുട്ടി ഇവിടെ വന്നപ്പോൾ ചുമക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ ശരിയാണ് സാർ, ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ വീട്ടിലും ഇങ്ങനെ ചെറിയ ഫാനോ തണുത്ത കാറ്റിടുമ്പോ ചുമ കുറയുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർ തമാശക്ക് പറഞ്ഞു, ചിലപ്പോൾ സാറിനെ കണ്ടതുകൊണ്ടായിരിക്കാം ചുമ മാറി എന്നുള്ളതായിരിക്കാം. തമാശയാണ്, തമാശയായിട്ട് തന്നെ ഞാനും എടുത്തു, ഞാനത് കളിയാക്കി വിട്ടു. പിന്നെ പതിവ് പോലെ സിംറ്റംസ് ഒക്കെ ചോദിക്കുന്നു, അവരെല്ലാം സിംറ്റംസ് എന്നോട് പറഞ്ഞു തരുന്നു. കേസ് എല്ലാം എടുക്കുന്നു. എനിക്ക് ഒരു ഒരു നമുക്കൊരു മെഡിസിൻസ് ഒരു ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നില്ല. പതിവ് പോലെ തന്നെ ഞാനും വിചാരിച്ചു ഈ കേസ് മിക്കവാറും കുറച്ച് കഷ്ടപ്പെടും. നോക്കാം, ഏതിനും തൽക്കാലം ജസ്റ്റീഷ്യ ടിഞ്ചറും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റീഷ്യ 3XO അല്ലാന്നുണ്ടെങ്കിൽ ആർസനിക് ആൽബം കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റം കിട്ടാം എന്ന് നോക്കി ഞാൻ സീറ്റിന്ന് ജസ്റ്റ് എന്റെ കൺസൾട്ടേഷൻ ടേബിൾ സീറ്റിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റതും പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു, സാധാരണ എനിക്ക് അമ്മമാരാണ് സിംറ്റം കൊണ്ടുവരുന്നത്, പക്ഷെ പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു, സാർ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ സാറിനോട് സാറിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ചുമ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതലാണ്, പക്ഷെ ഇന്ന് രാവിലെ മുതൽ അവൾക്ക് ചുമച്ച് കൂടുതൽ ബുദ്ധിമുട്ടാവുമ്പോൾ അവൾ ചെന്ന് തുപ്പാറുണ്ട്. ഈ തുപ്പുന്ന സ്ഥലം എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ പുറത്ത് ഒരു ചെടിച്ചട്ടി ഇരിപ്പുണ്ട്, ആ സൈഡിലാണ് അവൾ തുപ്പാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? ഞാൻ പോയി നോക്കി സാർ. നോക്കിയപ്പം, നിങ്ങൾ എന്തിനാണ് പോയി നോക്കിയത്? അതിൽ ബ്ലഡ് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കിയതാണ്. പക്ഷെ ബ്ലഡും ഇല്ല, കഫവും ഇല്ല. പക്ഷെ തുപ്പൽ നല്ലോണം പതഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആ തുപ്പലല്ലേ, തുപ്പലാകുമ്പോൾ പതഞ്ഞ് തന്നെ ഇരിക്കും. അല്ല സാർ, ഞാൻ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞു പോയാലും ആ ഒരു പതപ്പിന് ഒരു മാറ്റവും ഇല്ല, പതഞ്ഞ് തന്നെ അങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഒരു സിംറ്റം തന്നെയാണ്, നമുക്കിതൊരു സിംറ്റം തന്നെയാണ്. എണീറ്റ് ഞാൻ ആ സീറ്റിൽ തന്നെ ഇരുന്നു, നെറപ്പട്രി എടുത്തു. ഞാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് കഫ് സോറി മൗത്ത് സലൈവ. മൗത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സലൈവ എന്ന് പറഞ്ഞ റൂബ്രിക്കിനകത്ത് ഫ്രോത്തി പോയി, ഫ്രോത്തിനകത്ത് കഫ് അസോസിയേറ്റഡ് വിത്ത് തന്നെ ഉണ്ടായിരുന്നു. കൊടുത്ത മെഡിസിൻ കുപ്രം മെറ്റാലിക്കം 200, 2 ഡോസ്. വേറെ ഫുൾ SL ആണ്, എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. വേറെ ഒന്നും ഞാൻ കൊടുത്തില്ല. ഇത് മതി, എനിക്കിത് മതി എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ നെറപ്പട്രിയിലെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ടൂൾ, നമുക്ക് വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടേഴ്സിന് ഇല്ല, ഞാൻ തൊടുന്ന സർജറി ഹിറ്റ് ആകും, ഞാൻ കൊടുക്കുന്ന ഹോമിയോ മെഡിസിൻസ് ഇത് പേഷ്യന്റിന് സക്സസ് ആകും, നമ്മൾ അതിൽ ഡാം ഷുവർ ആയിട്ട് നിൽക്കണം, യാതൊരു മാറ്റവും നമ്മൾ വരുത്തിക്കാൻ. എത്ര നല്ല ഉറപ്പിച്ച് നമുക്ക് എത്ര ഉറപ്പിക്കാൻ പറ്റുമോ അതിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞു തരാം. ഈ പേഷ്യന്റിന് കുപ്രമെറ്റ് കൊണ്ട് ഞാൻ കൊടുത്തു. പേഷ്യന്റ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വിസിറ്റ് വരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, വരാം സാർ, ഞങ്ങൾ വരും എന്ന് പറഞ്ഞു. സാറിന് വിശ്വാസമാണ്, ഞങ്ങൾ വരും എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചുമ? അടുത്ത ദിവസം സാർ നല്ലോണം മാറി. ശരിക്കും പറയല്ല, സാറിന് ആദ്യത്തെ മരുന്ന് ആ ഒരു ഡോസ് കൊടുത്തപ്പോൾ തന്നെ ചുമ നല്ല കൺട്രോൾ ആയി. സാർ പറഞ്ഞതിന്റെ പേരിൽ ഈ മെഡിസിൻ ഞങ്ങൾ ഒരു ഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യട്ടെ സാർ? ഞാൻ പറഞ്ഞു, ബാക്കി ടാബ്ലറ്റ് കൂടെ കൊടുത്തോളൂ, ഇതൊന്നും ചെയ്യത്തില്ല, ഇത് ഇത്തോടെ മാറിപ്പോക്കോളും എന്ന് പറഞ്ഞു. കേസ് ഡയഗ്നോസ് ചെയ്ത് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് തന്നെയായിരുന്നു. നെക്സ്റ്റ് ഡേ അവർ ബ്ലഡ് റിപ്പോർട്ട് കൊണ്ടുവരുന്നത് ചെറിയ ESR എലിവേറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, 10 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്നോളൂ, നമുക്ക് ഒന്നുകൂടെ നോക്കാം വീണ്ടും. ഇത് സിംറ്റം നമുക്ക് കിട്ടും. വീട്ടിൽ പോകണം, ക്ലിനിക്ക് അടയ്ക്കണം, അടുത്ത പരിപാടിയുണ്ട്, അത്യാവശ്യം ഉണ്ടെന്ന് നമ്മൾ എണീറ്റ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. തേടണം, മുട്ടി 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 തട്ടി തട്ടി ഇരുന്ന ഒരു ദിവസം ആ കതവ് തുറക്കും. അതുപോലെ തന്നെ തപ്പി 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 നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കേസ് നമുക്ക് നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ വേറൊരു കേസിനും ഒരു ബ്രോങ്കിയൽ ആസ്മയാണ്, പാസ്റ്റ് ക്രോണിക് ഹിസ്റ്ററി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവ എപ്പോഴൊക്കെ വെള്ളത്തിൽ കളിക്കുവോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഫുട്ബോൾ കളിച്ച് കുറച്ച് വേർക്കാൻ നിൽക്കുവോ, 6 വയസ്സേ ഉള്ളു പയ്യന്, അന്നൊക്കെ ഇവന് വീസിങ് പോലെ വരും. ഈ വീസിങ് വരുന്ന സമയത്ത് ഇവൻ നല്ല ഒബീസ് ആണ്. വന്നിരിക്കുമ്പോ ഇരിക്കുമ്പോ എനിക്ക് അറിയാൻ പറ്റും, ഒരു ടീച്ചറിന്റെ മോനാണ് അവൻ. അവൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. പറയണം ഡോക്ടറെ, പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചു പയ്യനായിരുന്നാലും നല്ല സ്മാർട്ടാണ്, ആള് നല്ല സ്മാർട്ടാണ്. കാണുമ്പം കൽക്കീരെ കാർബും തോന്നിയാലും അവന്റെ പ്രവൃത്തി എല്ലാം ലൈക്കോപോഡിയം പോലെയാണ്. എല്ലാത്തിനോടും അവനൊരു, ഇതെന്തിനാണ് ഡോക്ടർ, ഇതെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്ന ഡോക്ടർ, എല്ലാ ചോദ്യവും അവൻ എന്നോട് ചോദിക്കും. അവൻ ഞാൻ കൺസൾട്ടേഷൻ ഫീസ് മേടിച്ചാൽ അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് എനിക്ക് തന്നിട്ട് ബാലൻസ് ഇത്ര രൂപയാണെന്ന് വരെ അവൻ കറക്റ്റ് ആയിട്ട് എണ്ണി പറഞ്ഞു തരും. നല്ല മിടുക്കനാണ്, ഇന്റലിജന്റ് ആണ്. അവന്റെ ആ കേസ് ഞാൻ ആ സമയത്തുണ്ടായിരുന്ന അക്യൂട്ട് പ്രസന്റേഷൻസിൽ ഞാൻ മാറ്റിയത് റൂട്ട 200 ആണ്. ഞാൻ ഈ കേസ് എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാർ റൂട്ട 200
സ്പ്രെയിനിന് കൊടുക്കുന്ന മെഡിസിൻ അല്ലേ, പിന്നെ എന്തിനാണ് സാർ കഫിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇത് ഇവിടെ ഇങ്ങനെ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റൂട്ട സ്പ്രെയിൻ എന്നുള്ളതാണ്. റൂട്ട സ്പ്രെയിനിൽ സ്പിയർ ഓഫ് ആക്ഷൻ കാണുമായിരിക്കും, അതിന്റെ പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ റൂട്ടയിൽ കാണുമായിരിക്കും. അതിനെന്ന് പറഞ്ഞു റൂട്ട അതിനുവേണ്ടി മാത്രം ജനിപ്പിച്ചു വിട്ടതല്ല. ഇവിടെ റൂട്ട ആക്ഷൻ തരും. സിംറ്റം സിമിലാരിറ്റി നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റൂട്ട ആക്ഷൻ നല്ല രീതിയിൽ തരാറുണ്ട്. 2 ദിവസം മുന്നേ ഞാൻ ഒരു കഫ് കേസിനെ ക്രോട്ടൻ ഡിഗ് 30 2 ഡോസ് കൊടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നെറപ്പട്രി വെച്ചായിരുന്നു അതിന്റെ സിംറ്റംസ് പ്രസന്റേഷൻസ്. ഇനി ലൈവായിട്ട് നമുക്ക് ഒരു കേസ് പ്രസന്റേഷൻ മാഡം ഷെയർ ചെയ്യുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മാഡം? ഇല്ലില്ല. ഇപ്പൊ കാണാമല്ലോ മാഡം. ഇപ്പൊ കാണാം. ഈ കേസ് ഒരു വെരിക്കോസ് അൾസറിന്റെ ആണ്. ഡേറ്റ് താഴെ ശ്രദ്ധിച്ചോളൂ, 7/5/2024 ആണ്. ഇത് കാണുന്ന ആ ചെറിയതെല്ലാം കോട്ടൺ ഡെബ്രിസ് ആണ് കേട്ടോ, കോട്ടൺ ഡെബ്രിസ് ആണ്. ഈ പേഷ്യന്റ് നമ്മുടെ ഹോമിയോ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടേക്കാണ്. എന്റെ കെയർ ഓഫിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്ന പേഷ്യന്റ് ആണ്. ശരിക്കും ഈ പേഷ്യന്റ് കഴിഞ്ഞ ഒരു 8 മാസം കൊണ്ട് എന്റെ പ്രൈവറ്റ് ക്ലിനിക്കിൽ കൺസൾട്ടേഷനിലായിരുന്നു. പക്ഷെ പേഷ്യന്റ് ഇറഗുലർ വിസിറ്റ് ആയിരുന്നു. എന്നും പേഷ്യന്റിന് പെയിൻ ഉണ്ടായിരുന്നു. ഇത് പക്ക വെരിക്കോസ് വെയിന്റെ വെരിക്കോസ് അൾസർ കേസാണ്. ശരിക്കും അതൊരു പ്യുവർ വെരിക്കോസ് അൾസർ കേസ്. അപ്പോൾ വെരിക്കോസ് അൾസേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിനു മുന്നേ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇഷ്ടം പോലെ കേസസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതിലെ ഒരെണ്ണം ഏറ്റവും വലിയ അൾസർ ആയിരിക്കും. അതിന്റെ കൂടെയുള്ള ബാക്കിയെല്ലാം ചെറുതായിട്ട് വന്ന് നല്ല പെയിൻഫുൾ ആയിരിക്കാം, ഡാർക്ക് ആയിട്ടിരിക്കും, ലിംബ് നല്ലോണം സ്വെല്ലിംഗ് ഉണ്ടാകും. ഇത് എത്രയും പേഷ്യൻസ് വെരിക്കോസ് അൾസറിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ പേഷ്യന്റ് ആകെ എനിക്ക് ഒരേ ഒരു മെറ്റബോളിക് അല്ല, അസോസിയേറ്റ് ഡിസോർഡർ എന്ന് പറയാൻ ഈ പേഷ്യന്റ് അനീമിക് ആണ്. ഹീമോഗ്ലോബിൻ ലെവൽ 9.1. നോ ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ്, ഒരു ഹൈപ്പർ ടെൻഷൻ ഹിസ്റ്ററി ഇല്ല, ഒരു കൊളസ്ട്രോൾ ഹിസ്റ്ററി ഇല്ല, വേറെ ഒരു ഡിസോർഡറും ഇല്ല. പ്ലെയിൻ സ്മൂത്ത് പേഷ്യന്റ് ആണ്. എനിക്ക് തടസ്സപ്പെടുത്താൻ ഈ പേഷ്യന്റെ കയ്യിൽ യാതൊരു ഡിസീസും ഇല്ല. എനിക്ക് നേരെ വേണം സ്മൂത്ത് ആയിട്ട് പോകാം. കേസ് എടുക്കാൻ തുടങ്ങി, കേസ് എടുത്തു, സിംറ്റംസ് എല്ലാം റെപ്പർട്ടറൈസ് ചെയ്തിട്ടും പതിവ് പോലെ തന്നെ ലൈക്കോപോഡിയം സൾഫറും തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും സെലക്ട് ചെയ്തില്ല. എനിക്ക് ആ പേഷ്യന്റെ പ്രസന്റേഷൻസ് കണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നിയ മെഡിസിൻ എന്ന് പറയുന്നത് പൾസാറ്റ്ല എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിന്റെ നോട്ട് ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് വരും. പൾസാറ്റ്ല എന്തുകൊണ്ട് എന്നുള്ളതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് കെന്റിന്റെ ലെസർ റൈറ്റിംഗ്സിനകത്ത് പൾസാറ്റ്ലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് ഈ ക്ലോത്ത് ദാറ്റ് കംസ് ഓഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് അറൗണ്ട് ഒരു മിഡ് ലൈനിൽ ഏറ്റവും നടുക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദ ക്ലോത്ത് ദാറ്റ് കംസ് ഓഫ് വിത്ത് മട്ടൺ ടാലോ. ഓക്കെ, മട്ടൺ ടാലോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിനു മുന്നേ മട്ടൺ ടാലോ കണ്ടിട്ടുണ്ടാവും. മട്ടൺ ടാലോ ആ ക്ലോത്തിൽ അത് അത്രത്തോളം അതിൻ്റെ അകത്ത് ആ മാക്സിമം പസ് ഡിസ്ചാർജസ് അതിന്റെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് അത്ര ഊസിങ് ആയിട്ട് നിൽക്കും. ആ ഫോട്ടോസ് എൻ്റെ കയ്യില് കാണും, ഞാൻ എടുത്തു തരാം. ഓക്കെ, സോറി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ടെക്നിക്കൽ മിസ്റ്റേക്ക് കാരണം ലാപ്പിൽ നിന്ന് പോകേണ്ട എല്ലാം പോയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഡിസ്ചാർജ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഇതാണ് മട്ടൺ ടാലോ എന്ന്. അതായത് യെല്ലോയിഷ് പസ്ക് ഡിസ്ചാർജിന് വരെ. ശരിക്കും അത് യെല്ലോയിഷ് ഗ്രീനിഷ് പസ്ക് ഡിസ്ചാർജ് ഇൻഫെക്ഷൻസിനെ കുറിക്കുന്നത് തന്നെയാണ്. അത് പൾസാറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ കെൻസ് ലെക്ചർ റൈറ്റിംഗ്സിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മട്ടൺ ടാലോ ആ ഒരു സ്ലൈറ്റ്ലി ഓഫൻസീവ്നെസ് ആയിട്ട് നിൽക്കും. അതെ, ഇവിടെ ഈ പേഷ്യന്റ് മൂന്നാമത്തെ ലൈൻ വായിച്ചൊക്കെ, ഷീ പുൾസ് ഹെർ സ്കേർട്സ് അപ് ടു കൂൾ ദ ലിംബ് വിച്ച് ഈസ് ബെറ്റർ ഇൻ ദ കൂൾ എയർ. ഞാൻ എപ്പോ പോയാലും പേഷ്യന്റ് ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളി താത്തിടത്തില്ല, അപ്പോഴും പുള്ളി നീ ജോയിന്റ് വരെ അത് പൊക്കി തന്നെ വെച്ചേക്കും. നിങ്ങളുടെ എല്ലാ ഈ ഫോട്ടോയിൽ അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങളെ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റ് നോക്കിയാലും പുള്ളി അങ്ങനെ ചെയ്യത്തുള്ളൂ. ഈ കേസ് ഞാൻ പൾസാറ്റ്ല സ്റ്റാർട്ടിങ്ങിൽ 10 കൊടുത്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു
ഒരു 6/7/2024 നിങ്ങൾക്ക് ഈ സ്കിന്നിന്റെ ഈ അൾസറേഷന്റെ മാർക്ക് കാണും. വീക്ക്ലി 1 ഡോസ് പൾസാറ്റില 200 10 ഫോളോഡ് ബൈ BT ബ്ലാങ്ക് ടാബ്ലറ്റ്. എല്ലാ ദിവസവും ഡ്രസ്സിങ് പ്രോപ്പർ ആയിട്ട് നടക്കും. ഹെമാമിലിസ് ടിഞ്ചർ എക്സ്റ്റേണലി വെച്ച് നിങ്ങൾക്ക് ആ സ്കിൻ ലീഷൻസ് അത് റെഡിയായി വരുന്ന സ്കിൻ ഭാഗം റെഡിയായി വരുന്നതൊക്കെ കാണാം. ഈ കാണുന്ന റെഡിഷ് പോയിന്റ്സിന്റെ പേരാണ് ഹീമോസിഡറിൻ എന്ന് പറയും. ഹീമോസിഡറിൻ ഇത് വെരിക്കോസ് അൾസറിന്റെ കൂടെ പെടും. ഹീമോസിഡറിൻ ഉണ്ടെങ്കിൽ ഇത് ഹെൽത്തിയാണ്. ശ്രദ്ധിക്കുക, ഈ പേഷ്യന്റ് ഈ അൾസർ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ ഒരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് കൂടെ കഴിഞ്ഞ് അതിൽ ഫെയിലിയർ ആയി പോയ കേസാണ്. ഇവിടെ സിംഗിൾ ഡോസ് പൾസാറ്റില 10 കൊടുത്തതിന്റെ സ്റ്റോറി അല്ല ഇവിടെ. പേഷ്യന്റ് നമ്മുടെ കൂടെ സഹകരിച്ച് നമ്മൾ പറയുന്ന ഡയറ്റിൽ നോക്കി നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിനെ വിശ്വസിച്ച് അവിടെ നിൽക്കുവാണ്. നമ്മൾ ആ വിശ്വാസത്തിന് യാതൊരു കേടും വരുത്തരുത്. നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുമോ അത്രത്തോളം അവിടെ വർക്കൗട്ട് ചെയ്യണം. ആരോ റെപ്പട്രൈസ് ചെയ്ത് കൊണ്ടുവന്നു ആരോ ആയിക്കോട്ടെ XRY ചിലപ്പോൾ അത് ശരിയായിരിക്കാം. എന്നാലും സൾഫർ ആണോ ലൈക്കോപോഡിയ ആണോ എന്നുള്ള റീവെരിഫിക്കേഷൻ ചെയ്യാതെ നിങ്ങൾ യാതൊരു മെഡിക്കേഷൻസിന്റെ ഫ്രണ്ടിലും പോകാൻ നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് 27/24 മുന്നേ ഒരു ഫീവർ ഉണ്ടായിരുന്നു ഈ പേഷ്യന്റ്. ഫീവർ വന്നതിന് ശേഷം അത് സെലുലൈറ്റീസ് ആയി. സെലുലൈറ്റീസിന്റെ ഫസ്റ്റ് ഫിഗറാണിത്. ഞാൻ ഫസ്റ്റ് മെഡിസിൻ കൊടുത്ത് റെസ്റ്റോക്സ് കൊടുത്തു, പിക്ചറൈസേഷൻ നോക്കി, ഫീവർ കുറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ വീണ്ടും ഫീവർ വന്നു. അവസാനം ഞാൻ കൊടുത്ത മെഡിസിൻ പൾസാറ്റില 200 നന്നായിട്ട് റിസൾട്ട് കിട്ടി. ബട്ട് 2 ഡേയ്സ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹെവി ആയിട്ട് അത് ഹൈപ്പ് ചെയ്തു. അപ്പോ കേസ് റെപ്പട്രൈസ് ചെയ്ത് വീണ്ടും ഞാൻ ഷോർട്ട് റെപ്പട്രൈസൻ ഹാൻഡ് റെപ്പട്രൈസേഷൻ ചെയ്ത് അതിന്റെ സിംറ്റംസ് ഒക്കെ നോക്കി എന്റെ കയ്യിൽ എനിക്ക് കിട്ടിയ മെഡിസിൻസ് എന്ന് പറയുന്നത് അഗെയിൻ പൾസാറ്റിൽ തന്നെ വന്നായിരുന്നു. പക്ഷെ എനിക്ക് കൊടുക്കാൻ മനസ്സില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കാലി സൾഫ് കൊടുത്തു. അതായത് ഇതിന്റെ കെമിക്കൽ അനലോഗ് ആയിട്ടുള്ള കാലി സൾഫ് കൊടുത്തപ്പോ ഫീവർ മാറി. പക്ഷേ ഇവിടെ എനിക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഏരിയ, അതായത് ഇപ്പൊ ഫൂട്ട് ഏരിയ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിപ്പോയി. ബട്ട് ഞാൻ നേരത്തെ കൊണ്ടുവന്ന സ്കിൻ വെരിക്കോസ് അൾസർ ബെറ്ററായി അത് ഫുൾ സ്കിന്നും അകത്തോട്ട് ഡെപ്തനിങ് എല്ലാം മാറി റെഡിയായി. ഇപ്പോ ഈ ഡിസീസ് ഇപ്പോ ഈ കേസിന്റെ ലേറ്റസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 13/8/2024 ഇപ്പൊ വീണ്ടും ഡ്രസ്സിംഗ് ചെയ്ത് ഈ ഗ്രാനുലേഷൻ ടിഷ്യൂസ് ഒക്കെ അപ്പിയർ ചെയ്ത് കൊണ്ടുവരുന്നു. കഴിഞ്ഞ 30/9/2007 മുതൽ ഈ 13-ാം തീയതി വരെ 1.5 വെട്ട് ആർസെനിക്കം ആൽബം 200 ആണ് പോകുന്നത്. ആർസെനിക്കം ആൽബം 200 പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ബേണിംഗ് പെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആർസെനിക് ആൽബം എടുത്തില്ല. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ 3 മണിക്ക് എണീറ്റ് വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആർസെനിക് ആൽബം എടുത്തിട്ടില്ല. അവിടെ ആർസെനിക് ആൽബം എനിക്ക് കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ണിൽ കണ്ടു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫിഗേഴ്സിനകത്ത് ഒരു ചേഞ്ചസ് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ. ഇതിപ്പോ ഡ്രസ് ചെയ്ത കേസാണ്. ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഫോട്ടോ. ഈ ഫിഗർ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് ആർസെനിക് മാർബിൾ. ഈ നീ ജോയിന്റ് മുതൽ ഈ ഡ്രസ്സിങ് ചെയ്ത കേസിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് ആർസെനിക് ആൽബം ഇതിന്റെ നല്ല ഭംഗിക്കുണ്ട്. പെരിഫറൽ വെരിക്കോസ് അൾസർ ആയതുകൊണ്ട് ഇതിൽ ഒരിടത്തും മുടി കാണത്തില്ല, ഹെയർ ഒരിടത്തും കാണത്തില്ല. അതൊരു പെരിഫറൽ വാസ്കുലർ ഡിസീസിന്റെ വലിയൊരു സൈൻ. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ആ വെരിക്കോസ് വെയിന്റെ എൻക്രോച്ച്മെന്റ് കുറവായിരിക്കും. പകരം അവിടെ ആ വെയിൻ പോകുന്ന സ്ഥലത്തൊക്കെ ആ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ഡിസ്കളറേഷൻ കാണും. ഇതിനെയാണ് ഞാൻ പണ്ടേ ലിവിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവിഡ് വെയിൻസ്. ശരിക്കും ലിവിഡ് വെയിൻസ് എന്ന് പറയുമ്പോൾ ബ്ലൂയിഷ് ഡിസ്കളറേഷനും ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഫുൾ ലിംബിൽ മിക്സ് ചെയ്ത് വരും. പക്ഷെ വെരിക്കോസ് വെയിന്റെ കോഴ്സിൽ തന്നെ ആ ലിവിഡിറ്റി ഉണ്ടാകുന്ന ഒരു സൈനാണ് ആർസെനിക് ആൽബം. ഇപ്പൊ പുള്ളി നല്ല ബെറ്റർ ആണ്. ESR ഒക്കെ നല്ലോണം ലോ ആയിട്ടുണ്ട്. പേഷ്യന്റ് പെയിൻ ഒരുപാട് കുറവുണ്ട്. പേഷ്യന്റ് സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട്. അൾസറേഷന്റെ ഡെപ്ത് ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഇവിടെയും ആർസെനിക്കം ആൽബം BT മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊരു എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് എപ്പോഴും ആ ഒരു എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് നമുക്ക് എപ്പോഴും അത് കിട്ടിയെന്ന് വരത്തില്ല, എപ്പോഴും. പക്ഷേ വർക്കൗട്ട് ചെയ്താൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്കത് കിട്ടും. നമ്മളത് വർക്കൗട്ട് ചെയ്യണം. അത് എത്ര കഷ്ടപ്പെട്ടായിരുന്നാലും നമ്മളത് വർക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഓരോ സിംറ്റവും ഓരോ ടൈമും പേഷ്യന്റ് പറയുന്ന ഓരോ ഫീച്ചേഴ്സും നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്.
റീസെന്റ് ആയിട്ട് ഞാൻ ഒരു കേസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നെർവസ് സിക് ഹെഡേക്ക്. ഹെഡേക്ക് ഫ്രോണ്ടൽ സൈനസൈറ്റീസിന് ഓഫീസ് ഹെഡേക്ക് എന്ന് പറയാറുണ്ട്, ടെൻഷൻ ഹെഡേക്ക് ഉണ്ട്, ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെ സൈനസ് ഹെഡേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നെർവസ് സിക് ഹെഡേക്ക്, ഈ നെർവസ് സിക് ഹെഡേക്കിന് എപ്പോഴും ഒരു വീക്കിൽ ഒരു 2 to 3 days ആണ് പേഷ്യന്റ് അഫക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് വന്ന് പറയുന്നത്, സാർ കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ എണീക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. ഒരു 35 വയസ്സുള്ള ഒരു പുരുഷനാണ് പറയുന്നത്. പുള്ളി KSRTC ഡിപ്പോ പോലെ വർക്ക്ഷോപ്പിലുള്ള പുള്ളിയാണ്. കുറച്ച് ചെറിയൊരു ഒബിസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഇതുവരെ ഇല്ല, സാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 138/98 ഉണ്ടായിരുന്നു. അവൻ ചെറിയ ബ്ലഡ് പ്രഷർ എലിവേഷൻ ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്റെ കണ്ണിന്റെ അടിയിലൊക്കെ കുറെ ഇങ്ങനെ ഇപ്പൊ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അലർജിക് ഹിസ്റ്ററി വല്ലതും ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല സാർ. പിന്നെ എനിക്ക് എപ്പോഴും ഒരു സുഖമില്ലായ്മ പോലെ എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ സാർ. ഒന്ന് ചെക്ക് ചെയ്തോളൂ, ഞാൻ ചെക്ക് ചെയ്ത് എഴുത്തരാം. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഒരു IgE, ഒരു AEC, ഇത് ഇത്രയും ചെക്ക് ചെയ്തോളാം. ശരി സാർ. പക്ഷെ ഈ രാവിലെ എണീറ്റതിന് ശേഷം പിന്നെ തലവേദന എപ്പോഴാണ് മാറുന്നത്? പിന്നെ തലവേദന മാറുന്നതല്ല സാർ, തലവേദന വേറൊരു രീതിയിലായിട്ട് കൺവേർട്ട് ആകും. എങ്ങനെ കൺവേർട്ട് ആകും? എന്റെ നമ്മൾ വെള്ളത്തിനകത്ത് തല വെച്ച് നമ്മൾ സ്വിം ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സിംറ്റം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് തോന്നലാണ്. തോന്നലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ പോവാറുണ്ട്. ശരിക്കും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രം, ഒരു സിംഗിൾ സ്പോട്ടിൽ മാത്രം നമുക്കത് ഭയങ്കര ഹെഡേക്ക് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴോ, ഞാൻ ഈ വർക്ക്ഷോപ്പിൽ അങ്ങോട്ട് ഇല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ ചെന്ന് ഒന്ന് കുനിഞ്ഞിങ്ങനെ താഴെ സ്വൈപ്പ് ചെയ്യുമ്പോഴോ, ഞാൻ അണ്ടർ ഗാർമെന്റ്സ് ഇടാൻ വേണ്ടി ഇങ്ങനെ കുനിയുമ്പോഴൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന്റെ കൂടെ ഛർദ്ദിക്കാനോ വല്ലപ്പോ ഒരിക്കൽ വരാറുണ്ട്, പക്ഷെ ഛർദ്ദിക്കാറില്ല, നോസിയ ഉണ്ട്. നമ്മുടെ ഡയഗ്നോസിസ് മൈഗ്രെയിൻ പിടിക്കും, ബ്ലഡ് പ്രഷർ ഇൻക്രീസിന് പിടിക്കും, സൈനസൈറ്റിസിനെ പിടിക്കും. ശരിക്കും ആ ഹെഡേക്കിന്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നെർവസ് സിക് ഹെഡേക്ക് ആണ്. ഇത് ഇത്രയും പറഞ്ഞത് വെച്ച് നമുക്ക് ജെൽസീമിയം പിടിക്കാം, ടൈലീഷ്യ പിടിക്കാം, ഗ്ലോണൈൻ പിടിക്കാം, കാലിബൈക്ക് പിടിക്കാം, ഏത് സിംഗിൾ സ്പോട്ട് എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും നമ്മൾ അവിടെ ഡയഗ്നോസിസിനെ ആദ്യം ചെയ്യേണ്ടതാണ്. മെഡിസിൻസ് പിന്നെ അത് ഇഷ്ടം പോലെ സമയമുണ്ട്. ആ വർക്കൗട്ടിന് ആദ്യം ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോസേറ്റീവ് ഫാക്ടേഴ്സിന്, എല്ലാ ഡിസീസ് കണ്ടീഷൻസിന് ഇവിടെ കോസേറ്റീവ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. അനിമാൻ നമുക്ക് മെയിൻറ്റെയിനിങ് കോസ് എന്നും ഫണ്ടമെന്റൽ കോസ് എന്നും എക്സൈറ്റിംഗ് കോസ് എന്നും 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി വരുന്ന ഓതേഴ്സ് ഇഷ്ടം പോലെ ബുക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ എന്റെ വേറൊരു ടൂൾ എന്ന് പറയുന്നത് പുസ്തകം വായിക്കുന്ന. പുസ്തകം 1-2 ചെറിയ പുസ്തകമല്ല ഡോക്ടറെ, 35 പേജ് ആയിരുന്നാലും 3500 പേജുള്ള പുസ്തകങ്ങളായിരുന്നാലും വായിക്കുക. വായിച്ച് 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 ഇന്ന് വായിക്കുന്ന ബെലഡോണ നാളെ വായിക്കുമ്പോൾ അത് പുതിയതായിട്ട് തോന്നും. ഇവിടെ കലണ്ടുലയ്ക്കും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ ഇവിടെ കലണ്ടുല മുറിവിനും വെട്ടിനും മാത്രം, അങ്ങനെ ഒന്നും അല്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ അനുസരിച്ചിരിപ്പുണ്ട് നമ്മുടെയൊക്കെ നോളജും എല്ലാം കിട്ടുന്നതായിരിക്കും. എല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇതിൽ കോസേറ്റീവ് ഫാക്ടേഴ്സിനകത്ത് ഒന്ന് പ്രീഡിസ്പോസിങ് കോസേറ്റീവ് ഫാക്ടർ, മറ്റൊന്ന് എക്സൈറ്റിംഗ് കോസേറ്റീവ് ഫാക്ടർ. രണ്ടിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്രീഡിസ്പോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളൊരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഫാർമറാണ്. അപ്പോ നമുക്കറിയാം, പുള്ളി ഒരു ഫാർമർ ആകുമ്പം പുള്ളി എന്നും രാവിലെ എണീക്കുന്ന ഒരാളാണ്, തണുപ്പ് കൊള്ളുന്ന ആളാണ്, ചെരുപ്പ് അധികം പറ്റത്തില്ല. അപ്പോൾ അവിടെ ഫംഗൽ ഡിസീസ് ഒക്കെ വീണ്ടും വരാൻ വരും. പിന്നെ വെള്ളവും ചതുപ്പിലും വർക്ക് ചെയ്യുന്ന ആളാണ്. പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പം അതിനനുസരിച്ച് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് വരാൻ സാധ്യത ഉള്ള ഒരു പേഷ്യന്റ് ആണ്. പക്ഷെ അതേ പെസ്റ്റിസൈഡ് സിറ്റി സൈഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അത് പറയാൻ പറ്റുമോ? കാരണം ഇല്ല. അത് എക്സൈറ്റിംഗ് കോസാണ്. അപ്പൊ എക്സൈറ്റിംഗ് കോസ് ഏതാ, പ്രിഡിസ്പോസിങ് കോസ് ഏതാന്നുള്ളത് ഓരോ ഡിസീസ് കണ്ടീഷനും നമ്മൾ എപ്പോഴും അറിഞ്ഞു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റെപ്പർട്ടറൈസേഷനിൽ എടുക്കാം. അത് റെപ്പർട്ടറിയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ ഇല്ലെന്നുള്ളത്. ഇവിടെ ഈ നെർവസ് സിക് ഹെഡേക്കിന് ഹെറിഡിറ്ററി എന്ന് പറയുന്നത് ഒരു പ്രിഡിസ്പോസിങ് ഫാക്ടറാണ്. ചോദിക്കാൻ തന്നെയാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. സംസാരിക്കണം, ആലോചിക്കണം, അതിന് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. ചോദിച്ചേ പറ്റുള്ളൂ. ഇവിടെ ചോദിക്കുക, ഫാമിലി ഹിസ്റ്ററി അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് പേഷ്യന്റിന് ഒന്നും നമ്മൾ വഴക്ക് പറയാൻ പോകുന്നില്ല. അനാവശ്യമായിട്ടല്ലല്ലോ ചോദിക്കുന്നത്, ആവശ്യമുള്ള കാര്യമല്ല. ഇവിടെ ഹെറിഡിറ്ററി ഉണ്ടോ? ഉണ്ട്, കിട്ടി.
നിങ്ങൾക്കിപ്പോ എക്സൈറ്റിംഗ് ഫീച്ചർ ആയിട്ട് വരാൻ, പ്രത്യേകിച്ച് നെർവസ് ഹെഡേക്കിന് വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഓവർ ജോയ്. ഞാൻ ഓവർ ജോയ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാണുന്ന പ്രസന്റേഴ്സിന്റെ പലരുടെയും മനസ്സിൽ കോഫി എത്തിയിട്ടുണ്ടാകാം, ഫ്രൈറ്റ് അക്കോണൈറ്റ് വന്നിട്ടുണ്ടാകാം, സഡൻ ലൗഡ് നോയ്സസ്, സെൻസിറ്റീവ്നെസ് കൊച്ച്, നക്സോമിക്ക, കോക്ലസ് എഴുതിയിട്ട് വരാം, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫെറ്റിഗ്, ഡിപ്രവേഷൻ ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ ഫുഡ്. ഇത് ഇത്രയും വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വരാം? കോക്കുലസ് വരും, ക്ലോണൈൻ വരും, ഇതെല്ലാം മെഡിക്കേഷൻസ് വരും. ശരിയാണ്, ഇവരെല്ലാരും വരുമ്പോ ഇവിടെ നിങ്ങൾക്ക് സ്പെസിഫിക് മെഡിസിൻസ് നന്നായിട്ട് കണക്ട് എടുക്കാൻ പറ്റും. വെറാട്രമാൽബ് എടുക്കാം, ഐറിസ് വെഴ്സിക്കുലർ എടുക്കാം, നക്സോമിക്ക എടുക്കാം, കോഫിയ, കോക്ലസ്, ബ്രയോണിയ, ബെലോഡോണ. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് A to Z ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി വെച്ചാൽ പോലും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അതാണ് ഇവിടുത്തെ കാര്യം. അതിനു മുന്നേ നിങ്ങൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? അത് ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം. ഈ നെർവസ് ഹെഡേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെഡ് സൈഡ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തന്നെ പേഷ്യന്റ് ഈ 2 പെരുവിരൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, തലവേദന, കഞ്ചഷനിൽ നിൽക്കുവാണ്. നമുക്ക് തോന്നും ഒരു പനി വരുന്ന സമയത്തിലുള്ള തലവേദന പോലെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, പനി ഉണ്ടോ? പനി ഇല്ല ഡോക്ടറെ. ഇതാണ് ഇവിടുത്തെ ഡയഗ്നോസിസ്. കഞ്ചഷൻ ഓഫ് ഹെഡ് വിത്തൗട്ട് ഫീവർ ഈസ് എ ഡയഗ്നോസ്റ്റിക് പോയിന്റ് ഫോർ നെർവസിക് ഹെഡേക്ക്. അതിനെ നെഗറ്റീവ് ജനറൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കിയെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പൊ അതിന് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഇൻ റിലേഷൻ വിത്ത് ഹോമിയോപ്പതി പഠിക്കുക, അപ്ലൈഡ് ഫിസിയോളജി ഇൻ റിലേഷൻ വിത്ത് ഹോമിയോപ്പതി പഠിക്കുക, അപ്ലൈഡ് അനാട്ടമി ഇൻ റിലേഷൻ വിത്ത് ഹോമിയോപ്പതി പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മാജിക് അല്ല, നിങ്ങൾക്ക് നല്ലൊരു ക്യൂർ എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു സപ്രഷൻ ഇല്ലാതെ ഒരു നല്ല ഒരു എക്സ്പ്രഷനോട് നിങ്ങൾക്ക് കൊടുക്കാം. എല്ലാ കേസസിലും അകത്തും ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂർ കാണാൻ പറ്റത്തില്ല എന്ന് H.A. റോബർട്സ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കേസിനും നമുക്ക് പറ്റത്തില്ല, പക്ഷെ പറ്റുന്നുണ്ടല്ലോ, ശ്രമിക്കാമല്ലോ. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോ ഏതൊരു ഓർഗാനിക് ഡിസീസ് അത് ബ്രെയിനിൽ നിന്ന് ഒറിജിൻ ചെയ്ത് വരുന്നുണ്ടോ അതിന് ഫീവർ ആബ്സെൻസ് കാണും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. അപ്പൊ ഫീവർ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് വെക്കുമ്പോ ഓക്കെ, ഫീവർ ഇല്ല. അപ്പൊ ഫീവർ വന്നിട്ട് പോയതാണോ അത് എനിക്ക് അറിയത്തില്ല. ശരി, ഓക്കെ, നമുക്ക് ഇനി ബാക്കി കേസ് ടേക്കിങ്ങിലോട്ട് പോവാം. ഫർദർ കേസ് ടേക്കിംഗ് ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കേസ് ടേക്കിങ്ങിലോട്ട് പോകുന്നുണ്ടോ അതാണ് നിങ്ങളുടെ മെഡിസിൻസിൽ കൊണ്ടെത്തിക്കുക. ഇപ്പോ വോമിറ്റിംഗ് തന്നെ ഈ ഹെഡ് ഏക്കിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കോക്ലസ് വരാം, നക്സോമിക്ക വരാം, ഐറിസ് വെഴ്സിക്കുലർ വരാം, വെരാട്രമാൽബ് വരാം. ഇത് ഇത്രയും വരാം. ഇതിൻ്റെ അകത്ത് സ്പെസിഫിസിറ്റി കണ്ടുപിടിക്കാം. ഏറ്റവും നല്ല ഭംഗിക്ക് സ്പെസിഫിസിറ്റി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരാണ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു ഇൻഡിവിജ്വാലിറ്റി? ഓക്കെ, അപ്പൊ അതിലെ വൊമിറ്റിംഗ് ഉണ്ട്. ഇത് 3 പേർക്ക് വൊമിറ്റിംഗ് ഉണ്ട്. വൊമിറ്റിംഗില് ബൈലാണോ, വൊമിറ്റിംഗിൽ ഫ്ലൂയിഡ് ആണോ, വൊമിറ്റിംഗ് ഫുഡ് കണ്ടതിന് ശേഷമാണോ, വൊമിറ്റിംഗ് ഹെഡേക്കിന്റെ ഫോളോ ആണോ? ഇത് ഇത്രയും നോക്കി നിങ്ങൾക്ക് മെഡിസിൻസ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്റെ കേസ് റെക്കോർഡ് എന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും അതെന്റെ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛന്റെയാണ്. എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർമ്മയുണ്ട്, പക്ഷെ റിപ്പോർട്ട് എന്റെ കയ്യിൽ നിന്ന് ശരിക്കും ഫോർമാറ്റ് ചെയ്ത് പോയതാണ്. ഞാൻ നോക്കട്ടെ. അതായത് ആ കുട്ടിയുടെ അച്ഛന് റീനൽ സ്റ്റോൺ ഉണ്ടായിരുന്നു പറഞ്ഞ് ഹോസ്പിറ്റൽ വാർഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടി, റിപ്പോർട്ട് കിട്ടി. ആ പേഷ്യന്റെ കയ്യിലുള്ള റീനൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. റീനൽ സ്റ്റോൺ ഇത്ര സൈസിന് ഇത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് സിസ്റ്റസ് കനഡൻസിസ് ആയിരുന്നു മെഡിസിൻ. സിംറ്റം അവർ പറഞ്ഞ ഒരു സെൻസേഷൻ അസിഫാണ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചു, എനിക്ക് എത്രയോ മാസങ്ങൾക്ക് മുന്നേ ട്രീറ്റ് ചെയ്തതാണ്. 2 ദിവസം കൊണ്ട് ആ സ്റ്റോൺ പുറത്തു വരികയും ചെയ്തു. ആ വാർഡിൽ വെച്ച് തന്നെ പുറത്തു വരികയും ചെയ്തു. അവർ കൊടുത്തത് ഓൺലി IV മാത്രമേ ഉള്ളൂ. ആ കുട്ടി എന്നോട് ചോദിച്ചു, സാർ IV കൊടുത്തത് കൊണ്ട് ഈ സ്റ്റോൺ വന്നുകൂടാന്നില്ലല്ലോ എന്ന് പറയാം. ഞാൻ ചോദിച്ചു, മോളെ നീ IV 2 ദിവസം കൊണ്ട് കൊടുത്തിട്ട് വരാത്ത സ്റ്റോൺ സിസ്റ്റസ് കണ്ടൻസസ് കൊണ്ട് വരുത്തും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ സെൻസേഷനിൽ, കാരണം ഞാൻ ആ സെൻസേഷൻ കൊടുത്ത് മാത്രമാണ് ആ മെഡിസിൻ കൊടുത്തെന്നുള്ളത് ആ സ്റ്റുഡന്റിനെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാനത് കാര്യമാക്കിയില്ല, ഞാനത് വിട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് എനിക്ക് 1 ഓഫ് ദ സക്സസ് റേറ്റിംഗ് ഉള്ള കേസാണ്. ഹോമിയോ കോളേജ് സ്റ്റുഡന്റിന് ഒരു കുട്ടിക്ക് ഫീവർ വരുന്നു, രാത്രി ലേഡീസ് ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിക്ക് 1 മണിക്ക് ഫോൺ വരുന്നു, സാർ ഇങ്ങനെ പനി കൂടുന്നുണ്ട്, ഞങ്ങൾ ഇന്ന മെഡിസിൻ കൊടുത്തു, ഇതിൽ കുറവില്ല സാർ. അരബോധത്തിൽ നിൽക്കുമ്പം കേസെടുക്കാൻ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു.
ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഇഫറ്റോറിയം കൊടുത്തോളൂ, നിങ്ങൾ പറയുന്ന സിംറ്റംസ് അതുപോലെയാണ് നിൽക്കുന്നത്. കുട്ടി 3 ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, നല്ല ബോൺ പെയിൻ ഉണ്ട്, നല്ല ബോഡി പെയിൻ ഉണ്ട്, സാർ അത് ഇന്ന വെള്ളദാഹം ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ ആവുമ്പോൾ കുട്ടി വരുന്നുണ്ട്, സാർ ഒരു കുറവുമില്ല സാർ എന്ന് പറഞ്ഞു. കേസ് എടുത്ത് കെട്ടിയ മെഡിസിൻ എന്ന് പറയുന്നത് സാലിസൈക്ലിക് ആസിഡ്. സാലിസൈക്ലിക് ആസിഡ് 32 ഡോസ് കൊടുത്തു. എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള എന്റെ പയോനിയർ സാലിസൈക്ലിക് ആസിഡ് BPV-ക്ക് ഇൻഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞ് ഞാൻ അത് കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ സാലിസൈക്ലിക് ആസിഡ് ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ റെമഡി തന്നെയാണ്. ഞാൻ കൊടുത്തു. ആ കേസ് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ ഉച്ചയ്ക്ക് മുന്നേ ആ ഫീവർ മാറി. അടുത്ത ദിവസം വന്ന് താങ്ക്സ് പറഞ്ഞിട്ട്, സാർ ഏതാണ് മെഡിസിൻ സാർ തന്നത്, എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. കൊടുത്ത മെഡിസിൻ സാലിസൈക്ലിക് ആസിഡ് എന്ന് പറഞ്ഞപ്പോൾ നെട്ടി തന്നെ നിന്നായിരുന്നു. അതെങ്ങനെ സാലിസൈക്ലിക്, അത് എവിടെ നിന്ന് സാർ എടുത്തു? ഇതിപ്പോ അസുഖം മാറിയതിനു ശേഷം പിന്നെ അവർക്ക് ദേഷ്യം വരുന്നത് പോലെയാണ്. എന്തായാലും കുഴപ്പമില്ല, മെഡിസിൻ കൊടുത്തു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സോ ഇവിടെ ഇപ്പോ ഈ ക്ലിനിക് എനിക്ക് ഇത്രയും വർഷത്തെ ഈ ഒരു 15 വർഷത്തിനകത്ത് ലാസ്റ്റ് ഒരു 5 വർഷം കൊണ്ട് കിട്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേസ് ടേക്കിങ്ങില് ഞാൻ എന്നെ ഒരു ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഞാൻ കേസ് ടേക്കിംഗ് എടുത്തു വെച്ചതിന് ശേഷം, നന്നായിട്ട് ഞാൻ കേസ് ടേക്കിംഗ് എടുത്തു വെച്ചതിന് ശേഷം എന്നെ കൊണ്ട് അടുത്ത ഫർദറിൽ മൂവ് ചെയ്ത് പോകാൻ പറ്റാതിരിക്കുക. മൈൻഡിനെ പിടിക്കണോ അതോ ഫിസിക്കൽ ജംസിനെ പിടിക്കണോ അതോ പർട്ടിക്കിൾസിനെ പിടിക്കണോ എന്ന് ഒരു ഉറപ്പുമില്ലാതെ നിൽക്കുന്ന സമയത്തായിരുന്നു അനാലിസിസ് എന്നുള്ള ഒരു ചാപ്റ്ററിലോട്ട് ഞാൻ എത്തി. അവിടെ എനിക്കത് വളരെയധികം എനിക്കത് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി. ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്തു അനാലിസിസിനകത്ത്. അതിൽ ഡിസീസ് അനാലിസിസ് ഏതാ, മെഡിസിൻ അനാലിസിസ് ഏതാ, വളരെ വളരെ ബുദ്ധിമുട്ടി അതിനെ നല്ല രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റി. ആ എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഇരിക്കുന്ന പല കേസുകളുടെ അകത്തും എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വരുന്ന യങ്സ്റ്റേഴ്സിന് ഞാൻ വേറൊരു ഐഡിയ കൂടെ വേറൊരു ചെറിയൊരു ഇതെന്റെ ഒരു അഡ്വൈസ് ആയിട്ട് തന്നെ കരുതിക്കോളൂ. നിങ്ങളുടെ കേസ് റെക്കോർഡ്സ് മെയിൻറ്റെനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കണം. വളരെ നിങ്ങളത് എത്ര എന്ത് ചെയ്താലും കുഴപ്പമില്ല, കേസ് റെക്കോർഡ്സിനെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ യാതൊരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. കാരണം നാളെ ഒരു പേപ്പർ പ്രസന്റേഷനോ പോട്ടെ, നമുക്കൊന്ന് ഇൻസ്പയർ ആകാം. പട്ടാളക്കാരനും ജവാനും അവരുടെ മെഡലാണ് ഇൻസ്പിറേഷൻ. അതുപോലെ നമുക്ക് നമ്മുടെ കേസ് റെക്കോർഡ്സ് ആണ് നമ്മുടെ ഇൻസ്പിറേഷൻ. പേഷ്യന്റ് തരുന്ന നമുക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കും. ആ കേസ് റെക്കോർഡ്സ് നേരെ വണ്ണം കറക്റ്റ് ആയിട്ട് പക്കവായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ തന്നെ നല്ല ഒരു ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു 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 നല്ല ഒരു എന്ത് പറയാൻ ഒരു എഫിക്കസി നിങ്ങൾക്ക് സിസ്റ്റത്തിനോട് നിങ്ങൾക്ക് നല്ല ഒരു ഇഷ്ടം തോന്നിക്കും ആ ഒരു കേസ് റെക്കോർഡ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ കേസ് റെക്കോർഡ്സ് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ്. ആ സോഫ്റ്റ്വെയർ ഞാനത് വളരെ നന്നായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ഈ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ മാസവും ഞാൻ അനലൈസിസ് ചെയ്യാറുണ്ട്. അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ മാസം വന്ന ഏറ്റവും കൂടുതൽ ഡയഗ്നോസിസ് ഏതാണ്, എനിക്ക് ഈ മാസം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ല മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഏറ്റവും വലിയ സിംറ്റം കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയത് ഫീൽസ് ബെറ്റർ ആണ്. പെർസിസ്റ്റ് ആസ് സെയിം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്തുകൊണ്ട് പെർസിസ്റ്റ് ആസ് സെയിം ആണെന്നുള്ളത് ഞാൻ എല്ലാ തവണയും ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. എനിക്ക് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ എൻ്റെ കേസ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന കേസസ് അലർജിക് ബ്രോങ്കൈറ്റിസ് ആണ്. കഴിഞ്ഞ മാസം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടിരുന്ന മെഡിസിൻ റൂബ്രമാക്സ് ടാബ്ലറ്റ്, അതായത് നോർമൽ ബ്ലാങ്ക് ടാബ്ലറ്റ് ആണ് ഏറ്റവും കൂടുതൽ. എന്നാൽ വേറെ കൊടുക്കാതെ മെഡിസിൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഉണ്ട് സൾഫർ 200 ഉണ്ട്, അങ്ങനെ സൈനോറോസ് ടാബ്ലറ്റ്സ്, അങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ. ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് നമുക്ക് എപ്പോഴും ഞാൻ സോഫ്റ്റ്വെയർ തന്നെ വേണം എന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ കേസ് റെക്കോർഡ്സ് എന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇത് സർക്കാർ സ്ഥാപനമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേസ് റെക്കോർഡായിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ പ്രൊഫഷണലിസം മെച്ചപ്പെടുത്തി എടുക്കാനും എനിക്ക് ഈ സോഫ്റ്റ്വെയർ നന്നായിട്ട് ഉപകരിക്കുന്നുണ്ട്. ഒരു സമയം കേസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ ഇപ്പോഴും എൻ്റെ പഴയ കേസ് റെക്കോർഡ്സ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എത്ര കാലങ്ങളായിരുന്നാലും ഞാൻ നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അതൊക്കെ എൻ്റെ മെഡൽസ് ആണ്. ഓരോ പേഷ്യന്റിനും എനിക്ക് മെഡലാണ്. ഞാൻ അതിൽ
ഓരോ കേസ് റെക്കോർഡിൽ എന്റെ ഓരോ മിസ്റ്റേക്സ് ഞാൻ കണ്ടെത്തും. ആ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സമയം അടുക്കാറായി എന്ന് തോന്നുന്നുണ്ട്. എന്റെ 15 വർഷത്തെ ക്ലിനിക് എക്സ്പീരിയൻസ് 1 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും കേസസ് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും നമ്മളെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഡോക്ടേഴ്സ്, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ ലാസ്റ്റ് 10 മിനിറ്റ് വെക്കുന്നു. കാരണം നിങ്ങൾ ഇതിൽ വഴക്ക് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും ഇതെല്ലാം ഞാൻ കൺവേർട്ട് ചെയ്തെടുക്കാറുണ്ട്. സാർ, നിങ്ങൾ എത്ര വലിയ ടീച്ചേഴ്സ് ആയിരുന്നാലും ഡോക്ടേഴ്സ് ആയിരുന്നാലും സാർ നിങ്ങളുടെയും കൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഞാൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ISPF വളരെ നന്ദിയുണ്ട് വീണ്ടും ഒരു ചാൻസ് തന്നതിന്. നന്ദി ഡോക്ടറെ. ഡോക്ടറുടെ ധനേഷ് ഡോക്ടർ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ തന്നെ സംസാരിക്കാം ആദ്യം. എന്തായാലും ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അരവിന്ദാക്ഷൻ ഡോക്ടർ നമുക്ക് ഒരു പ്രസന്റേഷൻ ചെയ്തത്. അത് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ, അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം, പിന്നെ എങ്ങനെയാണ് പുസ്തകം പഠിക്കേണ്ടത്, പുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണ്, കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ റെപ്പർട്ടറി ചെയ്ത് കഴിയുമ്പോൾ പല ആൾക്കാരും പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ഡോക്ടർ വ്യക്തമായി കാണിക്കുകയുണ്ടായി. ഇതിൽ സൾഫറോ ലൈക്കോപോഡിയോ അല്ല, അവിടെ പൾസാറിലെയാണ് ഡോക്ടർക്ക് കൊടുക്കാൻ തോന്നിയത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത്, അത് എന്തുകൊണ്ട് മറ്റേത് കൊടുത്തില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ കൂടുതലും ആ മെറ്റീരിയൽ മേടിക്കുക, കൂടുതൽ വായിച്ച ആ നോളേജ് അവിടെ എടുത്ത് അപ്ലൈ ചെയ്ത് അതുവഴിയാണ് ആ കേസിൽ പൾസാറ്റിലേക്ക് മാറ്റം, പൾസാറ്റിലോട്ട് വന്നതും അതിൽ സക്സസ് കൂടിയതും. എന്തായാലും ഇങ്ങനെയുള്ള പ്രസന്റേഷൻ, വ്യത്യസ്തമായ പ്രസന്റേഷനുകൾ നമ്മുടെ വേദിക്ക് നൽകുമ്പോൾ അത് പുത്തൻ തലമുറയിലെ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാർക്കും മാറി ചിന്തിക്കാനും കൂടെയുള്ള ഒരു അവസരമാണ്. തീർച്ചയായും അഭിനന്ദനം അർപ്പിക്കുന്നു. ഇനിയും ഇപ്പൊ പറഞ്ഞ പോലെ 15 വർഷത്തെ കുറെ വർഷങ്ങളുള്ള കേസുകൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീരില്ല. ഇതുപോലെ പല ദിവസങ്ങളിലായിട്ട് മിനിമം 1 മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും കുറെ കേസുകൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാകും. അപ്പൊ തീർച്ചയായും ഇനിയും ഇതുപോലുള്ള നല്ല സെഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാകും. ഇപ്പൊ എന്തുകൊണ്ടാണ് പൾസാറ്റിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ആഴ്സനിക്കിൽ വന്നെന്നും, അപ്പൊ ആഴ്സനിക്കിൽ വന്നിട്ട് അവിടെ എന്തുകൊണ്ട് ക്യൂർ ആയെന്നും, അപ്പൊ ഇത് പ്രായോഗികമായിട്ട് തെറ്റല്ലേ എന്ന് പല ചോദ്യങ്ങൾ വരാം. പക്ഷെ അതൊന്നും തെറ്റല്ല. കാരണം നമ്മൾ കാണുന്നത് എന്താണോ അതിനെയാണ് ചികിത്സിക്കേണ്ടത്. ചിലപ്പം നമ്മൾ കാണാത്തത് പലതും നമുക്ക് കിട്ടുന്നത് വളരെ വൈകിയായിരിക്കും. ചിലപ്പോൾ ആദ്യം കണ്ടത് പലതും നമ്മൾ കണ്ണടച്ച് കളഞ്ഞതായിരിക്കാം. നമ്മളുടെ ഒരു ലക്ഷ്യം രോഗിക്ക് ശാശ്വതമായ ഒരു ക്യൂർ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചാലും നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് വിജയത്തിൽ തന്നെ ആവണം. അതാണ് ഡോക്ടർ ഈ കേസിന്റെ പ്രസന്റേഷൻ വഴി നമ്മളെ ബോധ്യപ്പെടുത്തിയത്. വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ. നന്ദി ധനേഷ് ഡോക്ടറെ. ചാറ്റ് ബോക്സിൽ 15 years എക്സ്പീരിയൻസ് ഫീൽസ് ആസ് ജയലളിത ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തന്നെ സംസാരിക്കാം. ജയലളിത ഡോക്ടറെ, ഹാൻഡ് റൈസ് ചെയ്യാവോ? ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ആണ്. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തോ? ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ഓരോന്നും വളരെ നന്നായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ട് അത് പറ്റില്ല, എന്തുകൊണ്ട് ഇത് പറ്റും എന്നുള്ളത് ഓരോന്നും റീസണബിൾ ആയിട്ടൊക്കെ പറഞ്ഞു തന്ന്. ഡോക്ടറുടെ ക്ലാസ് ഇതിക്ക് മുമ്പത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ 15 വർഷം എന്ന് പറയുന്നത് എനിക്കൊരു 30 വർഷം പോലെ തോന്നി. കാരണം അത്രയും നന്നായിട്ട് ക്ലിയർ ആയിട്ട് വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു.
താങ്ക് യു ഡോക്ടറെ. ഇനിയും ഇതുപോലത്തെ സെഷൻസ് ഒക്കെ ഇനി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അതുപോലെ തന്നെ അതിന്റെ തീർച്ചയായിട്ടും കൂടെ മാഡം പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിനകത്ത് വന്ന ആ റൂബ്രിക് അല്ലെങ്കിൽ ആ റെപ്പർട്ടറി എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഇതെല്ലാം ഞാനിപ്പോ ശരിക്കും പറഞ്ഞെങ്കിൽ 29 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിലും റെപ്പർട്ടറിയിലൊന്നും അത്രയ്ക്കൊന്നും ഇതൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ക്ലാസ് കേട്ടിട്ടാണ്, നിങ്ങളുടെയൊക്കെ ക്ലാസ് കേട്ടിട്ടാണ് നല്ലൊരു നമുക്കത് പഠിക്കണമെന്നും അതിലോട്ടൊന്ന് ഇതാവണം എന്നൊക്കെ ഉള്ളത് വരണത്. എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഓക്കെ ഡോക്ടറെ, ഇനിയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. മാഡം താങ്ക് യു. തീർച്ചയായിട്ടും മാഡം പറഞ്ഞതിന് സ്ഥിതിക്ക് നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഇപ്പോഴത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞു പോവാണ്. സെൻസേഷൻ അസിഫ് റെപ്പർട്ടറിനെ വെച്ച് ഞാൻ എത്ര കേസ് എവിഡൻസ് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ റെപ്പർട്ടറി എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ട് പോവാം. ദിനേശ് ഓക്കെ, ഡോക്ടറിന്റെ അടുത്ത് ഞാൻ താങ്ക് യു സോ മച്ച്. ഓരോരുത്തർക്കും നമുക്ക്, കാരണം ഇവിടെ ഞാൻ മൂത്തവരെ പഠിപ്പിക്കുന്നു, ഇളയവരെ പഠിപ്പിക്കുന്നതല്ല, സിസ്റ്റം നന്നാവണം. അതാണ് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. നമ്മൾ ഈ സിസ്റ്റത്തിനെ കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നേ ഉള്ള ആ ഡോക്ടർ മുരളീകൃഷ്ണൻ ഡോക്ടറിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. പുള്ളി അത് ഡയബറ്റീസ് കേസിനെ 600ഓളം കേസ് ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത് ചെറിയ കാര്യമല്ല. ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അത് പ്രായമുള്ളവരായാലും ശരി, പ്രായം കുറഞ്ഞവരായിരുന്നാലും ആരായിരുന്നാലും ഈ സിസ്റ്റം ഫ്രണ്ടിൽ വരണം. അതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് സലീം കുമാർ ഡോക്ടർ. സലീം കുമാർ ഡോക്ടറെ ഡോക്ടറെ ക്ലാസ് കേട്ടപ്പോ 15 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ പലപ്പോഴും ആ 15ന് ഇരട്ടിയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. പക്ഷെ ഈ ബെർട്രൻഡ് റസലിന്റെ ഒരു വാചകം ഓർത്തുപോയി. തുടക്കത്തിൽ കുട്ടികൾ നമ്മളെ അനുസരിക്കുന്നു, അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർ ചിലപ്പോൾ വഴികാട്ടികളായെന്ന് വരും, പിന്നീട് ഒരുപക്ഷെ അവർ നമ്മളെ ശിക്ഷിച്ചെന്ന് വരും എന്നൊരു വാചകമുണ്ട്. അപ്പൊ അത് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ ആരാണ് സീനിയർ ആരാണ് ജൂനിയർ എന്നുള്ള കൺഫ്യൂഷൻ ഡോക്ടർ ഉണ്ടാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. കാരണം വെച്ചാൽ ഒരു പരിധിവരെ ആ നേരത്തെ ധനീഷ് ഡോക്ടർ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അത് ഞാൻ സെലക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു സത്യസന്ധതയുടെ ലക്ഷണമാണ്. പെട്ടെന്ന് ഞങ്ങളൊക്കെ തിരിഞ്ഞു പോകുന്ന ആ ഒരു വഴിയിൽ ഒന്നുകൂടി ആലോചിക്കാൻ തോന്നുന്ന ഒരു മനസ്സ്, അത് അതിനുവേണ്ടി സമയം കളയാനുള്ള ഒരു മനസ്സ്. പലപ്പോഴും ഞങ്ങൾക്ക് തിരക്കാണ്, ഞങ്ങൾക്ക് ഉള്ളത് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് അടുത്ത ആളെ നോക്കാനും ഒക്കെ ഉള്ള പലപ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് പലപ്പോഴും ഫെയിലർ വരുന്നത്. അപ്പൊ അതേതായാലും നോക്കാനുള്ള ഒരു മനസ്സുണ്ട്. അത് ഞങ്ങളൊക്കെ 15 എന്നുള്ള 30 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ആരായി ഇരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഡോക്ടർ വളർച്ച ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അല്ല, അങ്ങനെയല്ല, അങ്ങനെ വളരും. അത് ഇപ്പോഴേ അത്ര അതിനെ മനസ്സുള്ള ആള് അതനുസരിച്ചുള്ള ഉയർച്ച ഉറപ്പായിട്ടും കാണും. ശ്രമത്തിന് ഫലം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇനിയും ക്ലാസ്സുമായിട്ട് വരിക. ഡോക്ടർ നന്ദി പറയണേ, സാറിന് നന്ദി പറയണേ. ഞാനോ? നമുക്ക് സമയം. അപ്പൊ ഡോക്ടറെ ഇതിനു മുമ്പ് എനിക്കൊരു ക്ലാസ്, ഒരു കാര്യം കൂടെ സോഫ്റ്റ്വെയർ പറയോ? സോഫ്റ്റ്വെയറിന്റെ പേര് ഇക്കാന്നാണ്. EKA ആണ് സോഫ്റ്റ്വെയറിന്റെ പേര്. ശരിക്കും ഇത് സെൻട്രൽ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ ആണ് സാർ. സെൻട്രൽ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ ആണ്. EKA. ഇതിലെ ഒരു പേഷ്യന്റ് നമുക്ക് ഫോൺ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ആധാർ കാർഡുമായിട്ട് വരെ അത് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആകും. സാറിന് ഇത് എവിടെ നിന്നാലും ഈ കേസ് റെക്കോർഡ്സ് ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നാലും നമ്മുടെ യൂസർ ID നമ്മുടെ UHID കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മെഡിസിൻസ് നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് അടക്കം എല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട്. ഹോമിയോപ്പതിക്കായിട്ടുള്ളതാണോ? അല്ല സാർ, എല്ലാ സിസ്റ്റം ചേർന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, ഇത് ഒരു ദിവസത്തെ ക്ലാസ് തരാം. പക്ഷേ സാർ ഞാൻ ഇതിന്റെ ആഴം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവരും ഇക്ക സോഫ്റ്റ്വെയറിനകത്തോട്ട് മാറും. കാരണം ഞാൻ ഇക്ക സോഫ്റ്റ്വെയർ കണ്ട് കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഉണ്ടാക്കിയത് 60,000 രൂപ ലാഭം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. അത് ഒരുപാട് നല്ല പോയിന്റ് പറയാം സാർ, തീർച്ചയായിട്ടും പറയാം. ഇത് ഒരു പരിധി ഡോക്ടറെ ഇതിലേക്ക് അടിച്ചു കയറ്റാനുള്ള മടി കൊണ്ട് മാത്രം സോഫ്റ്റ്വെയർ വാങ്ങിക്കാതെ എനിക്ക് സോഫ്റ്റ്വെയർ ഉണ്ടായിട്ടും ഇല്ല. ഇതില് നിങ്ങൾക്ക് എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ അക്ഷരം മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ബാക്കി അത് തന്നെ ഓപ്ഷൻ തരും. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും അടിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം മെഡിസിൻസ് അടക്കം അതിൻ്റെ അകത്ത് കാക്ടസ് എന്ന് പറഞ്ഞ് CAC അടിക്കുമ്പോൾ തന്നെ 30 ആണോ 200 1 ആണോ ഇങ്ങനെ വരും.
ഒരു പൊതി വേണോ 2 പൊതി വേണോ ഏത് സമയം എപ്പോൾ കൊടുക്കണമെന്ന് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകും. കംപ്ലീറ്റ്. നമുക്ക് യാതൊരു മെനക്കേടും ഇല്ല. എഴുതുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഞാൻ ആ കേസ് റെക്കോർഡ് 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റും ഇല്ല, വേഗം തീർക്കാറ്. അതൊരു സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് പറയാം. നന്ദി പറഞ്ഞില്ല സലിംകുമാർ ഡോക്ടറെ. സലിംകുമാർ ഡോക്ടറെ സാറിന് റേഞ്ച് പോയെന്ന് തോന്നുന്നു മാഡം. റേഞ്ച് പോയി. ഏതായാലും ഒരു നല്ല ടീച്ചറായി യുവതലമുറയ്ക്കും ഞങ്ങളെ പോലുള്ള പ്രായമുള്ള തലമുറയ്ക്കും നല്ല നിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടർക്ക്, അരവിന്ദ് ദക്ഷൻ ഡോക്ടർക്ക് വളരെ അധികം നന്ദി അറിയിക്കുകയാണ്. ഇനിയും നന്ദി മാഡം. ഇതുപോലെ പ്രയോജനമുള്ള ക്ലാസ്സുകളുമായിട്ട് വരാമെന്ന് സന്തോഷപൂർവ്വം ഡോക്ടർ ഞങ്ങളെ അറിയിച്ചതിലും ഞങ്ങൾക്ക് സന്തോഷവും ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുകയാണ്. വരും മാഡം, തീർച്ചയായിട്ടും ഞാൻ വരും. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1444 സൂം വെബിനാർ വളരെ വിജയകരമായി തീർന്നു. ഈ സൂം വെബിനാർ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി. താങ്ക് യു. ധനേഷ് ഡോക്ടറെ.